നമസ്കാരം. ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ നമ്മുടെ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 വർഷത്തോളം പഴക്കമുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിയാനംപറ്റ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു ഫ്രെയിമാണ് ദേവാസുരം ചിത്രം. അതെ, ദേവാസുരം പോലെ നിരവധി ചിത്രങ്ങളിലെ ലൊക്കേഷനാണിത്. അപ്പം നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എന്താ പറയുക, എല്ലാ ജില്ലകളിൽ നിന്നും, അതേപോലെ നമ്മുടെ തമിഴ്നാടാവട്ടെ, ആന്ധ്രയാവട്ടെ, കർണാടക ആവട്ടെ, എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാരും വന്നിട്ട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലും അതിൻ്റെ ഐതിഹ്യങ്ങളും എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ കാട്ടുകുളത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധവുമായ ഭഗവതി ക്ഷേത്രമാണ് ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശ്രീ മൂകാംബിക ചൈതന്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ദേവി സരസ്വതി, ഭദ്രകാളി, വനദുർഗ എന്നീ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. പരിയാനംപറ്റ മനയിലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ മൂകാംബികയിൽ ഭജന ഇരിക്കാൻ പോയി. അദ്ദേഹം ഭജന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു അരുവിയുടെ തീരത്ത് വിശ്രമിക്കാനിരുന്നു. അവിടെ കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് നീതിച്ചു നോക്കുമ്പോൾ ആ ഭാണ്ഡത്തിനുള്ളിൽ ഒരു തടമ്പ് കണ്ട്. ആ തടമ്പ് അപ്പോൾ അന്നത്തെ ഇവിടുത്തെ നാട്ടുപ്രമാണിമാരെ വിളിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. പരിയാനംപറ്റ നമ്പൂരി കൊണ്ടുവന്നതായതുകൊണ്ട് അതിന് പരിയാനംപറ്റ ഭഗവതി എന്നുള്ള പേര് വന്നു. പതിനാല് ദേശങ്ങളുടെ ആവേശമായ പരിയാനംപറ്റ പൂരം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഉദ്ദേശം 1400 വർഷങ്ങൾക്ക് മുൻപ് പരിയാനംപറ്റ മനക്കിലെ പരാശക്തിയുടെ ഉപാസകനായ ഒരു താപസ ശ്രേഷ്ഠൻ ഭൃത്യനോടൊപ്പം സാക്ഷാൽ ആദിപരാശക്തിയുടെ മൂലകേന്ദ്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജന നടത്തുകയും ദേവിയുടെ അനുഗ്രഹം വാങ്ങി ശേഷിച്ച കാലം നാട്ടിൽ വന്ന് ഭജന നടത്താം എന്ന തീരുമാനത്തോടെ തിരിച്ചു പോരുകയുമുണ്ടായി. യാത്രാമധ്യേ ഒരരുവിയുടെ തീരത്ത് ക്ഷീണം തീർക്കാനിരുന്ന ആ താപസ ശ്രേഷ്ഠൻ സ്വന്തം സാധനങ്ങളടങ്ങിയ ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ ഭഗവതിയുടെ തിടമ്പ് കാണുകയും തപശക്തിയാൽ കാര്യം ഗ്രഹിച്ച് ആ താപസി തിടമ്പ് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് 3 നേരം പൂജ, ത്രികാല പൂജ ഉണ്ട്. ഇതിനകത്ത് പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഉദയാസ്തമന പൂജ, വിശേഷാൽ ഭഗവത് സേവ,
ബ്രഹ്മഴസ് പൂജ, ചാന്താട്ടം, കളമ്പാട്ട്, ക്ഷേത്ര ഉത്സവം. പഴയ വള്ളുവനാട്ടിലെ 14 ദേശക്കാരെയും വരുത്തി അന്നത്തെ ദേശപ്രമാണിമാരായ കൊല്ലം, നല്ലൂർ, പൊറ്റക്കാട് മൂത്ത പണിക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധമായ ഈക്കാട്ടുമനയിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രപാലനും വീരഭദ്രനോട് കൂടിയിട്ടുള്ള ഭഗവതിയാണ് ഉള്ളത്. അമ്മയുടെ കുട്ടികളായി സങ്കല്പിക്കുന്നു. മുകളിലായിട്ട് ഭൈരവൻ ഉണ്ട്, ഭൈരവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഭൈരവന് ഗുരുതി പൂജ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ നടത്തുന്നു. കന്നിമൂലയിൽ ഗണപതി ഭഗവാനുണ്ട്, പാമ്പിൻ്റെയും പ്രതിഷ്ഠ ഉണ്ട്. ഗണപതിക്ക് എല്ലാ ദിവസവും പൂജ ഉണ്ട്. എല്ലാ ആയില്യം നാളിലും നാഗപൂജ നടത്തുന്നു. പരിയാനംപറ്റ മനക്കിലെ താപസ ശ്രേഷ്ഠൻ കൊണ്ടുവന്ന തിടമ്പായതിനാൽ പരിയാനംപറ്റ ഭഗവതി എന്ന് നാമകരണം ചെയ്തു. പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ അഥവാ നാളികേരം മുട്ടൽ. കേരളത്തിലെ തന്നെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ മുട്ടറുക്കൽ പ്രധാന വഴിപാടായി നടത്തുന്നത് ഇവിടെയാണ്. പ്രധാനമായി ദേഹമുട്ട്, ശത്രുമുട്ട്, കർമ്മമുട്ട്, തൊഴിൽമുട്ട് എന്നിവ നടത്തിവരുന്നു. പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും നമുക്ക് നടത്തി തരുന്ന ഒരമ്മയാണ് ഇവിടുത്തെ അമ്മ. ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ധാരാളം ആളുകൾ പങ്കെടുക്കുകയും ധാരാളം ആനകൾ വരുന്നതും ആയ ഉത്സവമാണ് ശ്രീ പരിയാനംപറ്റ ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിലെ ഉപദേവക്ഷേത്രമായ ഭൈരവക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഗുരുതി പൂജ നടക്കുന്നു. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും കാലദോഷശാന്തിക്കും ശത്രുദോഷത്തിനും ദുരിതമുക്തിക്കും ഈ പൂജ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം. മൂകാംബിക സങ്കല്പത്തിലാണ് പൂജ. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, വൈകുന്നേരം ദുർഗ.
മുട്ടറക്കലാണ് പ്രധാന വഴിപാടുകളുണ്ട്. മുട്ടറക്കൽ ഒരുപാട് ആൾക്കാർ വന്ന് മുട്ടറത്ത് പോകുന്നുണ്ട്. പല ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കൊല്ലൂർ മൂകാംബിക സങ്കല്പമുള്ള ഈ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം അതിപ്രധാനമാണ്. ഇവിടുത്തെ വിദ്യാരംഭം അതിവിശേഷവും മൂകാംബികയിലെ മഹാസരസ്വതി സന്നിധിയിൽ നടത്തുന്നതിന് തുല്യവുമാണ് എന്നാണ് വിശ്വാസം. ധാരാളം കുട്ടികളാണ് ഇവിടെ ഓരോ വർഷവും വിദ്യാരംഭം കുറിക്കുവാൻ എത്താറുള്ളത്. 9 ദിവസങ്ങളിൽ ഭഗവതിയെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഈ ഉത്സവത്തിന് സംഗീതം, നൃത്തം, അക്ഷരം, വാക്ക്, അറിവ്, വിദ്യ തുടങ്ങിയവയുടെ ദൈവീകതയ്ക്കും പ്രാധാന്യം നൽകുന്നു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക മറ്റൊരു വിശേഷ ദിവസമാണ്. പൂരത്തിന് മുന്നോടിയായി ദ്രവ്യകലശം നടത്തുന്നു. 6 ദിവസമായിട്ട് ദ്രവ്യകലശം നടത്തുന്നു. ദ്രവ്യകലശത്തിൻ്റെ അവസാനം അന്ന് വൈകുന്നേരം പൂരം കൊടിയേറുന്നു. 7 ദിവസത്തെ പൂരമാണ്. 2 നേരം ആറാട്ടോട് വീട്ടിലാണ്. 8ാമത്തെ ദിവസം ആറാടി കുടിയേക്കുന്നതോടുകൂടി പൂരം അവസാനിക്കുന്നു. ചെറിയാറാട്ടിൻ്റെ അന്ന് വൈകുന്നേരം കുതിര വരവ് തുടങ്ങുകയും വലിയാറാട്ടിന് വൈകുന്നേരം കാളവേലയാണ്. അപ്പം പൂരത്തിന് അന്ന് വൈകുന്നേരം ആനപ്പൂരാണ്. എല്ലാ 30 വെള്ളിയാഴ്ചകളിലും അന്നദാനമുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന
ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.